ഹായ്. അപ്പൊ നമ്മള് കൊച്ചിയിലാന്നുള്ളത് കേട്ടാ. പല്ലിന്റെ അലൈനർ മാറ്റാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. അപ്പൊ ഇവിടെ വന്നേരം എന്തോ ഓളോട് പറയുന്നു പോകാന്ന് കേട്ടോ. അപ്പൊ ഇവിടെ വന്നേരം വിചാരിച്ച് നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് വണ്ടർലാൻഡ്. അവര് നമ്മളങ്ങോട്ട് ക്ഷണിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ എത്തൂല, ടൈം കിട്ടില്ലാന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഇന്നില്ല, നാളെ ഉള്ളൂ അതിൻ്റെ ക്ലിനിക്കിൻ്റെ അതിൽ പോകാൻ പറ്റുള്ളൂ, അലൈനറിൻ്റെ അത് ശരിയായി കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്നിടെ നിൽക്കേണ്ടതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഒന്ന് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ വേണ്ടി പോകേണ്ടി ഒക്കെ ഒന്ന് ഇതുവരെ നമ്മള് നാളെ ഇങ്ങനെ ഫോണിലെല്ലാം കാണുമ്പോൾ വിചാരിക്കും ഓ വലിയ റൈഡ്, നമ്മളിങ്ങനെ പുറത്ത് കണ്ടല്ലാണ്ട് വലിയ റൈഡ് ഉണ്ടല്ലോ ഇങ്ങനെ കുറെ റെയിൽവേ മറ്റേ ഇത് പോകുന്ന പോലത്തെ അതിൽ കയറണം എന്നുണ്ടേ. അപ്പൊ അങ്ങനെ വണ്ടർലയിലേക്ക് പോയി. നമ്മുടെ നാട്ടിൽ നമ്മളെ വിസ്മയിലാണ് പോക്ക്. വിസ്മയിലെ റൈഡ് വരെയാണ് ഇവിടെ എന്തെല്ലാം ഉണ്ട്, ഇവിടെ എങ്ങനെ ഉണ്ടെല്ലാം നമുക്ക് പറ്റി കാണാം. പോവാന്നല്ലേ നേരാ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടർലയിലെത്തി. കുറേ പേരുണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വണ്ടർല നമുക്ക് അകത്തേക്ക് കയറാം. അപ്പൊ നമ്മളിവര് ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നിട്ട് അവരവിടെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം അവരെന്നെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ഹായ്. എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? നമ്മളെ കുടുംബത്തിലെ ആളാ കേട്ടോ. അപ്പൊ ശരി, ഉള്ളിൽ പോയിട്ട് വരാം. ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറി. ഒരു ബിഗ് ഫാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കവിന്റെ ബിഗ് ഫാൻ. കവിന്റെ ഏച്ചി കുട്ടീനെയും കൊണ്ട് അവിടെ ഇരിക്കുന്നതിനെ കുറച്ചിൻ്റെ ഏച്ചിനെ നമ്മൾ ഇങ്ങോട്ട് കൂട്ടും. ബ്രോന്റെ പേരെന്നാ? നിരോ. എവിടെ സ്ഥലം? എറണാകുളം. ഇവിടെ തന്നെയല്ലേ? ബ്രോ നമ്മൾ കൂടെ വന്നിട്ടില്ല കേട്ടോ. നമുക്ക് പോകാനാല്. അപ്പൊ അങ്ങനെ വന്ന പാടന്നെ ഇവര് റൈഡ് കയറിയിട്ടുണ്ടേ. ഇതെന്ത് റൈഡാ അറിയില്ല, എന്താന്ന് അറിയില്ല. ദൂരത്തിന് കാണുമ്പോ നല്ല ക്യൂരിയോസിറ്റി കാണാം. ഇങ്ങനെ തിരിഞ്ഞ അപ്പാട് വന്ന് ഇങ്ങനെയെല്ലാം കറങ്ങുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയല്ലേന്ന്. അതുപോലെ തന്നെ പറഞ്ഞാൽ ഞാൻ ഋത്തിക്കില്ല, ഋത്തിക്കാടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കയറുന്നില്ല, ഞാൻ വീഡിയോ കൊണ്ട് കയറുന്നില്ല. ഇതൊരു ഹെലികോപ്റ്ററിന്റെ ഇതുപോലെ ഉള്ളത്. ആ വിമാനം തന്നെ. പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ പറക്കുന്നതല്ലേ പോലെ. എന്താ മോളെ എന്തോ അമ്മിടുന്നേ പറന്നു വന്ന അവരിലെ പറന്ന്. കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. നമ്മളെ ചിങ്ങ ചിരിയുള്ളൂ തലവെന്ന് പറയുന്നത്. നമ്മള് ഈനിങ് നല്ല ഒരു ഇതുള്ള സാധനത്തിൽ കയറിയ കൊണ്ട് ഇത് അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. നമ്മളെ ആ മാഗ്നറ്റിലെല്ലാം കയറി അതിന്റെ കയറിയ കൊണ്ട് അത് ഇതിന്റെ ഒന്നായിട്ട് അങ്ങനെ തോന്നി. കുറേ റൈഡുള്ള കണ്ട് ഏതാ ഇതെന്നാ ഇതില് കയറണം, ഇതിൽ ഇതുവരെ കയറിയില്ല. കുറേ ആൾക്കാരുണ്ട് നമ്മളെ ഫ്രണ്ട്സ്. ഹായ്. കുറേ ഫാമിലി, കുറേ ആൾക്കാർ നമ്മളെ കണ്ടു. അതെ, ഇനി ഒരു മെയിൻ റൈഡിൽ കയറാൻ വേണ്ടി പോന്നേ. അതെ, ഇതിന്റെ മേലോട്ട് ഇങ്ങനെ കറങ്ങി പോന്നേ. തല കറങ്ങുന്നുണ്ട്. അറിയില്ല. ആ അതെ, നമുക്ക് പോകാം. ഇതിക്കാ അവക്ക് ഇതിലൊന്നും മല വിടല്ല കേട്ടാ, ചെറിയ വിട്ടേക്ക് പറ്റില്ല കേട്ടോ. അപ്പോ നമുക്ക് അതിലേക്ക് പോകാം. ഗോപുരം എടുത്തോ കവി, എൻ്റെ ഇതിൽ പോകുന്നൊന്നും എടുത്തോ കേട്ടോ. നമുക്കൊന്നും ഇതിന്റെ മേലെ കയറാനുള്ള ധൈര്യമില്ല കേട്ടാ. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് അങ്ങനെയല്ല, ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അങ്ങനെയല്ല, ഹൈറ്റ് കുറച്ച് പേടിയാ. ഹൈറ്റ് ഇല്ലാത്തതിൽ കയറും. ആ നിലത്തിങ്ങനെ ഇരിക്കും ഞാൻ. അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ നമ്മള് റൈഡിന്റെ അടുക്ക വന്നിട്ടാ. നോക്കിയേ ഇങ്ങനെ കിടക്കുവാനേ. എന്താ മോനെ, റോളർ കോസ്റ്റർ. റോളർ കോസ്റ്ററാ. അങ്ങനെയാണ് നിങ്ങളുടെ മര്യാദക്ക് പറഞ്ഞോളാം. മിണ്ടാതെ പോയി ഇരിക്കാതിരിക്കുക. മതി എന്ന് പറയുന്നത് പിന്നെ ബസ്സൊന്നും അല്ല നിർത്തായി. ഇപ്പോൾ ജെറ്റുണ്ടെങ്കിൽ പോകും. ഒറ്റ ട്രിപ്പാണ്.
ഒറ്റയായിട്ട് പോവും, പേടിക്കണ്ട, ടെൻഷൻ വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ അമ്മോതാ പോണ്. നമ്മൾ ആ റൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള റൈഡാണ്. ഫ്രീ സ്റ്റൈൽ എന്നാ അതിന് പറയാ, ഫ്രീ സ്റ്റൈൽ. ഇത് ഇങ്ങനെ ഇരുന്നിട്ടില്ല കേട്ടോ. ഇല്ല ആങ്ങിയിരുന്നില്ല, എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു മൊത്തത്തിൽ ആകാരം നോക്കണം, നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇത് ഇങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. തുടങ്ങാനായോ? അതിൻ്റെ ഉള്ളെല്ലാം കണ്ട. ആരൊന്നും മനസ്സിലാവുന്നില്ല. അടിപൊളി. ആദ്യം അത് പറയാ, അതിനുള്ള കയറിയത് എങ്ങനെയുണ്ട്? പറയുന്ന തീർന്ന് കിളി പോയിട്ടാ ഉള്ളത്. അപ്പൊ ഇവിടെ വന്ന് കയറിയപ്പോ മൊത്തത്തിൽ പോയിട്ടാ ഉള്ളത്. എങ്ങനെയുണ്ട് ഒരു സംഭവം? എവിടെയോ എന്തൊക്കെയോ തകരാറ് പോലെ. പാർട്സെല്ലാം മാറിപ്പോയ പോലെയുള്ള. ഇപ്പൊ ഉണ്ടല്ല, ഇത്രയും നാള് അതിൽ കയറുന്നൊന്നും വരെ ഹൈറ്റ് പേടിയില്ലേ, ഇതിൽ കയറി കുറച്ച് മോനെ അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മള്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഒരിക്കെങ്കിലും നമ്മളിത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെയാണ്. പക്ഷെ ഒരിക്കൽ ചെയ്യൂ, പിന്നെ ചെയ്യില്ല നമ്മള്. ഇത് നമുക്ക് ഇനി രസമുണ്ട്. എനിക്ക് മറ്റേ കയറുന്നുണ്ട് ഇങ്ങനെ മുകളിൽ പോകുന്ന എത്തിക്കിന്റെ ആടിയുണ്ട്. അവസ്ഥയെല്ലാം ദൈനികമായ അവസ്ഥയാണ്. തലയിലുണ്ടല്ലോ, തലയിലെല്ലാം ആർക്കും ഇങ്ങനത്തെ റൈഡെല്ലാം ലാസ്റ്റിലേക്ക് കയറാവോ കേട്ടോ. ഇങ്ങനത്തെ ആദ്യം തന്നെ കയറിയാൽ നമ്മൾ ബോഡി മൊത്തം ടയർഡായി കളയും. പിന്നെ നമുക്കൊന്നും കയറാൻ തോന്നില്ല. നമ്മളിപ്പോൾ വേറെ റൈഡിൽ കയറാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോക്കാം. അവരെല്ലാവരും അവിടെ എത്തി. റിഷൂട്ടനെ എടുക്കാനും വിടുന്നില്ല, നടക്കുന്നുമില്ല. എന്ത് പരിപാടി നടക്കുന്നുണ്ടോ നിങ്ങൾ? വേമ്പോടെ പോടെ, വേമ്പോ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് സമയം ഇരുന്ന് ക്ഷീണമെല്ലാം മാറ്റി ഇപ്പോൾ ഒന്ന് എനർജി ആയതിനു ശേഷം നമ്മൾ ആദ്യം വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വട്ടം പോലത്തെ ഇരുന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ സാധനത്തിലെ ബിരിയാണി തന്നെ ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനത്തിൽ നമുക്ക് ഫുഡ് തന്നെ അത് അതിൻ്റെ വലുതാണ്. നേരത്തെ നമ്മൾ കയറിനേനും അതിൻ്റെ വലുതായത് ഇതാ. ആ പറയുന്നുണ്ട് ഇതിൽ കയറണത്. എങ്ങനെ കയറാനാണ്? മാമ ഹലോ അങ്ങോട്ട് മറ്റേ ഇത് എന്താ ബുർജ് അപ്പൊ ഇത് വലിയ റൈഡാണ്. നമുക്ക് എവിടെ പോകുന്ന നോക്ക്, അങ്ങ് ആകാശത്തുള്ളത്. അപ്പൊ നമ്മള് മൂന്നാള്, ഞാനും അനുവും ഋത്തിക്കും കൂടിയിട്ട് ഇതിന്റെ മുകളിൽ കയറിയിട്ടാ ഉള്ളത് കേട്ടാ. ഇത് നേരത്തെ കയറിയതിന്റെ കൂടി വലിയ സാധനമാണ്, മെല്ലെ പോലെന്നാ പറഞ്ഞേ. അപ്പൊ അതിൻ്റെതായ ഒരു ഇതെന്താ പോയിന്, മെല്ലെ പോയാലോ
അപ്പൊ നമുക്ക് അത് നമുക്ക് ആദ്യമായിട്ട് കേറുന്നുണ്ട്. എങ്ങനെയുണ്ട് ചോദിച്ചാൽ ആദ്യം കേറിട്ടല്ലേ. മേലെ കേറിട്ട് അമ്മേനെ വിളിക്കരുത്. അപ്പൊ എല്ലാരും ആളെല്ലാം ഫുള്ളാവാൻ വേണ്ടി കാത്തിക്കലാന്നട്ടാ. അനു റെഡി അല്ലേ? സംഭവം മുകളിലേക്ക് പോയി തുടങ്ങി. മാമി മുകളിലേക്ക് പോയി. എൻ്റെ അമ്മ എത്ര മമ്മി നമ്മൾ എത്ര മുകളിലാണുള്ളത്? എത്ര മുകളിലാണല്ലേ നമ്മള്? പള്ളി നോക്ക്. ഇതാ നമ്മള് മുകളിലാ ഉള്ളത്. മൊത്തം വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. മൊത്തം എറണാകുളം ഇടുന്ന് കാണാം അല്ലോ. സത്യം ബിൽഡിംഗ് നോക്കി മൊത്തം എറണാകുളം ഇടുന്ന് കാണാം. നോക്കി താഴ്ന്ന് നമ്മളെല്ലാരും ഇതാ മുകളിലേക്ക് പോവാന്. ആടെ പിള്ളേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പുറത്തെ ഗെയിമെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ആടെ കണ്ട ഇവിടെ വണ്ടർല മൊത്തം. അതെ നല്ല മഴ പെയ്യുന്ന മഴയും പെയ്യുന്നുണ്ട്. മഴയും പെയ്യുന്നുണ്ട്. നല്ല സമയം വണ്ടർല മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. ഇതാ എന്റെ അമ്മയും കാര്യം പറക്കുന്നുണ്ട് കേട്ടാ. മഴ നമ്മളിപ്പോ നനഞ്ഞു കുളിക്കല്ല. കുളിച്ചിട്ടാ. അയ്യോ മഴ പാറുന്നുണ്ട്. നേരെ പോയിക്കൊണ്ടിരിക്കല. കഴിഞ്ഞാലും ഇനി മെല്ലല്ലേ പോലും കാലം. എന്റെ അമ്മയെ മൊത്തം മഴ പാറിയുന്നുണ്ട്. ഇപ്പൊ നനയും. മതി താക്ക് കേറിയിട്ട് മെല്ലെ താകുന്നത് കൊണ്ട് നമുക്ക് പേടിയൊന്നും ആകുന്നില്ല കേട്ടാ. അറിയുന്നില്ല. പക്ഷെ മേലെ പോയിട്ട് നല്ല വ്യൂ കാണാം അല്ലേ? അടിപൊളി. ഇതെന്തായാലും കേറണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അതെ ഇതില് വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. പേടിക്കാനൊന്നും ഇല്ല. അതെ മാമി കാണുന്നില്ലല്ലോ. മാമി ഇല്ല, നമ്മള് വണ്ടിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കിട്ടി. ഞങ്ങൾ വന്ന ലാസ്റ്റ് ഇത് മറ്റേ താലപ്പൊലികളും കിട്ടുന്നൊക്കെ. നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ബ്രോന്റെ വീട് എവിടെയാ പറഞ്ഞേ? എൻ്റെ എറണാകുളത്ത്. വീട്ടിലാരെല്ലാം ഉണ്ട്? അച്ഛനമ്മ ചേച്ചി വൈഫ്. കല്യാണം ഇപ്പൊ ഇവിടുത്തെ തിരക്കെല്ലാം ഒഴിഞ്ഞു. ഇനിയിപ്പോ താല് വെള്ളത്തിന്റെ പരിപാടി അല്ലേ? അങ്ങോട്ടായിട്ടല്ല. അപ്പൊ ഇതെല്ലാം നിർത്തിയോ? ഇല്ല, ഇത് ഓപ്പറേറ്റിംഗ് ആണ്. അവിടെയാണ് തിരക്കാതുകൊണ്ട്. ഓ അങ്ങനെ. എന്റെ ആദ്യത്തെ റൈഡാട്ടെ ഇത്. ഞാൻ അങ്ങനെ റൈഡിലൊന്നും കയറില്ല. ഇതെല്ലാവരും നിർബന്ധിച്ചോണ്ട് കയറിയതാ. നോക്കൂ സുഹൃത്തുക്കളെ, അല്ല ഒറ്റക്ക് പൊന്തിയിട്ട് പോന്ന. ഒറ്റക്ക് തനിച്ച് ഒരാളും സപ്പോർട്ടില്ലാതെ ആരോരുമില്ലാതെ തന്നെ പോലെ ഒറ്റക്ക്. ഓ ചവിട്ടി പൊന്തിച്ചിരിക്കാ സുഹൃത്തുക്കളെ. ഞാനും വൃത്തിക്കും അമ്മയും കൂടിയിട്ട് വേറൊരു റൈഡ് കയറ്റിയിട്ടുണ്ട്. അമ്മ
നമ്മളങ്ങനെ ഏറ്റവും മുകളിലെത്തിയിട്ട് നമുക്കിനി ഇതിൻ്റെ അകത്ത് കയറാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇട്ടുണ്ടല്ലോ ഈ റൈഡ് കയറിയതാണ്. ഇതാണെന്ന് വെച്ചാൽ കുട്ടീനെയും കൂട്ടാം കേട്ടോ. ഫാമിലി ആയിട്ട് കയറാൻ പറ്റുന്ന റൂം പോലെയാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ പൊന്തുവന്ന് നമ്മൾ പൊന്തിയിട്ട് ഏറ്റവും ടോപ്പിലേക്ക് കേട്ടോ പോകുന്നു. നിലവിലിപ്പോൾ ടോപ്പിലുള്ളത് അതിൻ്റെയും ടോപ്പിലേക്ക്. എൻ്റെ മോനെ ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഇവിടെ നോക്കണ്ട, എനിക്ക് നോക്കണ്ട, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വീഗാലാൻഡിൽ വന്നിട്ട് ഇവരെല്ലാവരും ചെറിയ ചെറിയ റൈഡിലാണ് കയറുന്നത്. ഏറ്റവും ടോപ്പിലുള്ള റൈഡിൽ നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ മോനെയും കൂടി ഇതിനകത്ത് കയറ്റാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ കയറുന്നത്. ഋഷിക്ക് ആദ്യത്തെ റൈഡ് ചെയ്ത് ഓനറിയില്ല പോകുന്നറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് കൊണ്ടിട്ട് തയ്യാറങ്ങാൻ നിൽക്കുന്നില്ല. മൊബൈൽ കൊണ്ടുവന്നില്ല, എൻ്റെ ചാർജെല്ലാം തീർന്നിനി. ഗോപുരമുള്ള വീഡിയോ എടുക്കുന്നത് അത്ര സമയമായി നമ്മൾ വന്നിട്ട്. രാവിലെ നമ്മൾ 12 മണിക്ക് ഇപ്പോൾ 6 മണി അങ്ങനെ. ഇവരെ ഇങ്ങനത്തെ കയറ്റുമെന്നുള്ളതിനും വലിയൊരു സന്തോഷം. അപ്പോൾ ഇവർക്കല്ല എങ്ങനെ ഉണ്ടോ രണ്ടാൾ പറയൂ. വാവ എങ്ങനെയുണ്ട്? അമ്മിഞ്ഞു പിടിച്ചെല്ലാം അടിപൊളിയായിരുന്നു കവി. അമ്മനെ പിടിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഇത് ഇതിനകത്ത് കൊടുക്കാൻ പാടില്ല, കേസാണ്. അപ്പോൾ കവി ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ വിശേഷമായിട്ട് നാളെ വരെ.